ഹേ ഗായ്സ്, ഐഫോൺ 15 വേഴ്സസ് S23. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടി. ഞാൻ വിചാരിച്ചു ഈ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ രണ്ട് ഫോണും ഞാൻ എൻ്റെ ചാനലിൽ ഇൻഡെപ്തായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ അടുത്ത് ഇത് ഏതാ നല്ലത്, വാല്യൂ ഫോർ മണി അല്ലെ ബെറ്റർ ഫോൺ എന്ന് വെച്ചാൽ സിംപ്ലി ഗൈസ് ഞാൻ പറയാൻ പോകുന്നത് S23 ആണ്. നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിനെ നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ തിരിച്ചു കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഐഫോണിനെ കുറ്റപ്പെടുത്തുകയാണോ അല്ല. സോ അതുകൊണ്ട് നമുക്കൊരു ഫീച്ചേഴ്സ് അല്ലെ ഇൻഡെപ്ത് ആയിട്ടുള്ള കമ്പാരിസണിലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള അതിൻ്റെ ഡിസൈനെ കുറിച്ചാണ്. ഡിസൈനിനെ കുറിച്ച് നമുക്ക് ഒരു പോയിന്റും ഓരോ ഫോണിനും കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അതിന് രണ്ടിനും അതിൻ്റെതായ യൂണീക്ക് എസ്തെറ്റിക്സ് ആൻഡ് ഡിസൈനുണ്ട്. ഐഫോൺ 15 കുറിച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ 15 ഡിസൈൻ ബിൽഡ് അടിപൊളിയാണ്. സെറാമിക് ഷീൽഡിൽ നിന്ന് ഗ്ലാസ് ഉപയോഗിച്ച് അലുമിനിയം റെയിൽസും. പിന്നെ ഡിസൈനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നമുക്ക് ആ ഡൈനാമിക് ഹൈലൈറ്റിനെ കുറിച്ച് പറയണം. കാരണം അതൊരു സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് എ ഡിസൈൻ ഫീച്ചറാണ്. അതേപോലെയാണ് നമ്മൾ S23 കുറിച്ച് പറയുകയാണെങ്കിൽ വിക്ടസ് 2 ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പോളിഷ്ഡ് റെയിൽസും കാര്യങ്ങളെല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് ഈ രണ്ട് ഫോണും മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. രണ്ടും അതിൻ്റെതായ ഡിസൈൻ ഫിലോസഫി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കയ്യിൽ ഒതുങ്ങുന്നത് ഇച്ചിരി പിടിക്കാൻ സുഖമായിട്ടുള്ള ഓഫ്കോഴ്സ് എനിക്ക് S23 ആണ്. എനിക്ക് മാത്രമല്ല S23 റിവ്യൂ ഉള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ള ആ സെയിം സംഭവം. പക്ഷേ നമുക്ക് ഈ കാറ്റഗറിയിൽ രണ്ട് ഫോണിനും ഒരു പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈക്വൽ പോയിന്റ്സാണ്. പക്ഷേ ഈക്വൽ പോയിന്റ്സ് അല്ലാത്തൊരു കാര്യത്തിലേക്ക് വരാം. ദാറ്റ് ഈസ് ക്ലിയർലി ഡിസ്പ്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം മിക്ക ഐഫോണിൽ യൂസ് ചെയ്യുന്ന പാനൽസും സാംസങ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാംസങ് ഫോൺസിൻ്റെ ക്വാളിറ്റി ഓഫ് പാനൽസ് എക്സെപ്ഷണൽ. ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയും ആ ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് റിച്ച്നെസ്സും കളേഴ്സും അത്യാവശ്യം 1750 നിറ്റ്സുള്ള ബ്രൈറ്റ്നസ്സും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പം അഫ്കോഴ്സ് S23 ഡിസ്പ്ലേ ഒരു നോച്ച് എബോവ് ഐഫോൺ 15 ഉറപ്പായിട്ട് കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും. ഐഫോൺ 15 ഡിസ്പ്ലേ ഭയങ്കര മോശമാണോ എന്ന് ചോദിച്ചാൽ ഹൈ റിഫ്രഷ് റേറ്റ് ഇല്ലാത്ത ഡിസ്പ്ലേ വൺസ് യു ആർ യൂസ് ടു ദാറ്റ് അതിനകത്ത് തിരിച്ചു പോകുന്ന ഭയങ്കര പാടാണ്. അത് ഉപയോഗിച്ച ആൾക്കാർക്കും അറിയാം. അതൊരു മേജർ സ്റ്റാൻഡിങ് വ്യത്യാസമാണ്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ ഫോണിന് 6000 രൂപ കൂടുതൽ ഐഫോണിന്. ദാറ്റ് ഈസ് സംതിങ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഒരു പോയിന്റ് സാംസങ്ങിന് കൊടുക്കാം. പക്ഷേ വീണ്ടും ഐഫോൺ ഈ സെഗ്മെൻറ്റ് അല്ലാതെ പിടിച്ചെടുക്കുന്ന വേറൊരു സ്ഥലമുണ്ട്. ദാറ്റ് ഈസ് പെർഫോമൻസ്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിളുടെ A14 ബയോണിക്കും A15 ബയോണിക്കും ഒക്കെ നിന്ന സമയത്ത് അത് ടോപ്പ് ഓഫ് ദ ലൈൻ രാജാവ് എന്ന് പറഞ്ഞ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് സ്നാപ്ഡ്രാഗൻ്റെ Gen 1ഉം Gen 2 ഒക്കെ അതിൻ്റെ കൂടെ തിരിച്ച് കോമ്പീറ്റ് ചെയ്ത് തുടങ്ങിയത്. Gen 1 Gen 2 ബെറ്റർ ചിപ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഒരുപാട് ലാഗിങ് ബിഹൈൻഡും അല്ല. ബെറ്റർ GPU ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഐഫോണിൻ്റെ തന്നെ കിടിലം ഗെയിമിങ്ങും ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഒരു രീതിയിലും Gen 2 നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അത് അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻ്റ് ആണ്, നല്ല പവർഫുള്ളാണ്. ബട്ട് ആ ഒരു ഇന്നോവേറ്റീവ് ആ ഒരു ഹയർ ലെവൽ ഓഫ് ടെക്നോളജി സ്റ്റാൻഡ് പോയിന്റ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഐഫോണിൻ്റെ A16 ബയോണിക് ആണ് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ ഇച്ചിരിയുടെ ഹയർ നോച്ചിലിരിക്കുന്നത്. പക്ഷേ റാം മാനേജ്മെൻറ്റിൽ വരുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയൻറ്റ് യു ആർ ഗോയിങ് S23 ഹയർ റാം കിട്ടിയേക്കാം. അതും നമ്മൾ കീപ്പ് ഇൻ മൈൻഡ്. ഇൻ ജനറൽ എനിക്ക് പറയാൻ പറ്റും പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിങ്ങൾക്ക് രണ്ട് ഫോണിൽ ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. ചെറിയൊരു അപ്പർ ഹാൻഡ് നമുക്ക് വേണേ ഐഫോണിന് കൊടുക്കാം. പക്ഷെ അതുപോലെ തന്നെ റാം മാനേജ്മെൻറ്റിനകത്തും സോഫ്റ്റ്വെയർ സ്മൂത്ത്നെസ്സിനകത്തൊക്കെ വരുമ്പോൾ S23 ഞാൻ ആ അപ്പർ ഹാൻഡ് കൊടുക്കും. വീണ്ടും നമുക്ക് ഈക്വൽ ആയെന്ന് എനിക്ക് തോന്നിയ ഒരു സ്റ്റാൻഡ് പോയിന്റ് ബാറ്ററി ലൈഫ് ഗൈസ്. രണ്ടിനും ഏറെക്കുറെ ഒരേ ബാറ്ററി ലൈഫാണ്. ഒരേ ബാറ്ററി ലൈഫ് മാത്രം ഓടുന്നില്ല, രണ്ടിൻ്റെ ഹീറ്റിങ് ഞാൻ നോക്കി. ഹീറ്റിങ്ങും ഭയങ്കര രീതിയിൽ സിമിലറാണ്. ഭയങ്കര രീതി എന്ന് വെച്ചാൽ രണ്ടും കുത്തി ഇടുമ്പോൾ ചൂടാവും, രണ്ടും ഗെയിം കളിക്കുമ്പോൾ ചൂടാവും, രണ്ടും ക്യാമറ ഉപയോഗിക്കുമ്പോൾ ചൂടാവും. രണ്ടിനും എനിക്ക് തോന്നുന്നൊരു 5.5 hours സ്ക്രീൻ ഓൺ ടൈം ജെനുവനായിട്ട് നമുക്ക് കിട്ടും. സോ ബാറ്ററി ലൈഫിൽ ബാറ്ററി സെഗ്മെൻറ്റിൽ നിക്പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ചെറുതായിട്ട് S23 അഡ്വാൻറ്റേജ് കാണാം, അല്ലെ ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ ചിലപ്പോൾ ഐഫോണിന് കാണാം. പക്ഷേ ഇൻ ജനറൽ എനിക്ക് പറയാൻ പറ്റും രണ്ടിനും സിമിലർ ക്ലോസ് ടു ഈച്ച് അതർ ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. സോ ഇവിടെ രണ്ടുപേർക്ക് നമുക്ക് വീണ്ടും ഈക്വലോട്ട് ചെയ്യാൻ 0 പോയിന്റ് കൊടുക്കാം. ഗൈസ് നമുക്കിനി ക്യാമറയെക്കുറിച്ച് സംസാരിക്കാം. ക്യാമറയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് പോയിട്ട് ക്ലിയർ ആയിട്ട് പറയണം. കാരണം ഐ തിങ്ക് നമ്മളിവിടെ ബെറ്റർ ഓഫ് ചൂസിങ് ഐഫോൺ 15 ആസ് ദ വിന്നർ. കാരണം ഈസ് വെരി സിമ്പിൾ. എനിക്ക് ഐഫോൺ 15 പടങ്ങളും വീഡിയോസും ആണ് കാണുമ്പോൾ ഇച്ചിലൂടെ പ്ലീസിങ് ആയിട്ട് തോന്നുന്നത്. അവരുടെ പ്രോസസ്സിങ്ങും ഹൈലൈറ്റ് റോൾ ഓഫും കോൺട്രാസ്റ്റ് ബാലൻസിങ്ങും സാച്ചുറേഷനും പറയാതിരിക്കാൻ വയ്യ. ഐഫോൺ ലോ ലൈറ്റിൽ S23 കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. S23 അൾട്ര അത് വേറൊരു ലീഗിലേക്ക് എടുക്കും. പക്ഷേ S23 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഐ പ്രിഫർ ഐഫോൺ 15 സ്പോട്ട് ഫോട്ടോ. അത് ഒരു ലെസ് ഓഫ് പ്രോസസ്ഡ് ആണ്, ഇച്ചിരി ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് ആ ഫോട്ടോന്. ഐഫോൺ 15 വീഡിയോ ക്യാമറയെക്കുറിച്ച് പറയുമ്പോഴും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. S23 വീഡിയോ ക്യാമറ കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഐഫോൺ 15 എന്തോ ഒരു മാജിക്കൽ ടച്ച് ഉണ്ട് അവരുടെ പ്രോസസ്സിങ്ങിന്. അത് ഭയങ്കര നല്ല സ്മൂത്ത്നെസ്സും സ്റ്റെബിലൈസേഷനും ഈ ഷട്ടർ റോളിങ്ങും അതെല്ലാം ഭയങ്കരമായിട്ട് വെൽ കണ്ടെയ്ൻഡ് ആണ് ഐഫോൺ 15 വീഡിയോസും ഫോട്ടോസും ഒക്കെ നോക്കുമ്പോൾ. സോ ഇൻ ദിസ് കേസ് ഐ പ്രിഫർ ടു ഗോ വിത്ത് ഐഫോൺ 15.
ബെറ്റർ ക്യാമറ ഇൻ ഓൾമോസ്റ്റ് എവരി പെർസ്പെക്റ്റീവിൽ എനിക്ക് ഐഫോൺ 15 ആണ് തോന്നിയത്. പക്ഷേ S23 കൊള്ളത്തില്ല എന്നോ ഭയങ്കര ഒരു ലാഗ് ബിഹൈൻഡ് ആണെന്നല്ലേ ഞാൻ പറയണേ. എനിക്കറിയാം ചില ആൾക്കാർ ഇപ്പോഴും സാംസങ്ങിൻ്റെ കോൺട്രാസ്റ്റ് സാച്ചുറേറ്റഡ് ഫോട്ടോസിൻ്റെ ഫാനാണ്. അതുകൊണ്ട് ചിലവർ ഇപ്പോഴും അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ ഒരു ഐഫോണിൻ്റെ ക്യാമറ S23 ക്യാമറ ഒട്ടും കൊള്ളത്തില്ല ഒന്നുമല്ല. ചിലവർ ഇപ്പോഴും ഐഫോണിൻ്റെ 15 കാട്ടിയും നല്ലോണം S23 ഫോട്ടോസും വീഡിയോസും പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് ഇൻ ജനറൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഐഫോൺ 15 ക്യാമറ ഇച്ചിരി കൂടെ സാംസങ്ങിനെക്കാട്ടിയും കേപ്പബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഇനി ലാസ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിക്കാം. One UI വേഴ്സസ് iOS. എനിക്ക് പറയാനുള്ളത് One UI ഈ മിഡ് റേഞ്ച് അല്ലേ, ഈ ഭയങ്കര വില കുറഞ്ഞ ഫോണിലൊക്കെ ബഗ് അടിക്കാറുണ്ട്. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പം, എന്ന് പറഞ്ഞാൽ FE എഡിഷൻ അല്ല, ഈ മെയിൻ ലൈനപ്പ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പം One UI വേറൊരു അൺപാരലൽ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഈ S23 യൂസേഴ്സും S23 അൾട്രാ യൂസേഴ്സും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കൊല്ലമായിട്ട് ഒരു ബഗ് പോലും ഫേസ് ചെയ്ത യൂസേഴ്സിനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐഫോൺ 15 iOS സോഫ്റ്റ്വെയർ ബഗ്ഗോടെ ബഗ്ഗാണ്. ഇപ്പോഴും ബഗ്ഗുണ്ട്, ഒരുപാട് ബഗ്ഗുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ തന്നെ iOS ഇപ്പോഴും ഭയങ്കര സ്റ്റേബിൾ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. iOS 17.4 ഒരുപാട് ബാറ്ററി ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തത്. സോ ഐ തിങ്ക് One UI ഈസ് ബെറ്റർ ഓഫ് ഹിയർ. വേറൊരു സംഭവമുണ്ട്, One UI ചെറിയൊരു ഫോണിൽ ഉപയോഗിക്കുമ്പം അതിൻ്റെ അനിമേഷൻസും അതിൻ്റെ സ്മൂത്ത്നെസ്സും അതിൻ്റെ ആ റോളിംഗ് ഫീൽ ഉണ്ട്, അത് ഭയങ്കര അടിപൊളിയായി. പ്രത്യേകിച്ച് ഈ ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണിലേക്ക് വരുമ്പം ദാറ്റ് ഈസ് എ ബെറ്റർ എക്സ്പീരിയൻസ്. iOS കൊള്ളത്തില്ല എന്നല്ല, പയ്യെ മെച്ചുവറായി വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു പ്യുവർ പ്ലഷർ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ നോക്കുവാണെങ്കിൽ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ One UI ഈസ് ബ്ലിസ്. അത് എസ്പെഷ്യലി FE എഡിഷനും ബാക്കി എല്ലാ എഡിഷനും എല്ലാം മാറ്റി വെച്ച് S23 അൾട്രയിലും S23 അല്ലെ S24 ഒക്കെ നോക്കുമ്പോൾ അത് വേറൊരു ലീഗിലേക്ക് കൊണ്ടുവന്നൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഗൈസ്, അത്രേ എനിക്ക് പറയുള്ളൂ. 6000 രൂപ കൂടുതൽ കൊടുത്ത് മേടിക്കുമ്പോൾ ഐഫോൺ 15 നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് S23 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? ഒന്ന്, ആ ബ്രാൻഡ് വാല്യൂ കിട്ടുന്നുണ്ട്, അതില്ലാന്ന് ഞാൻ പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ S23 അതിൻ്റെതായ ജെനുവിൻ ബ്രാൻഡ് വാല്യൂ ഉണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ് ക്യാമറാസാണ്. മൂന്നാമത്തെ കാര്യം എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ശരിക്കും വലുതായിട്ടൊന്നും കിട്ടില്ല. അതേസമയം നിങ്ങൾ 6000 രൂപ കൊടുത്ത് കുറവുള്ളൊരു ഫോൺ മേടിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ബെറ്റർ സോഫ്റ്റ്വെയർ കിട്ടും, ബെറ്റർ ഡിസ്പ്ലേ കിട്ടും, ബെറ്റർ ഇൻഹാൻഡ് ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് കിട്ടും. ആൻഡ് 6000 രൂപ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഗൈസ്. എനിക്കത്ര പറയാവുള്ളൂ. ഐഫോൺ 15 വേഴ്സസ് S23 എന്ന് പറഞ്ഞ കമ്പാരിസൺ നടക്കുവാണെങ്കിൽ ഞാൻ പേഴ്സണലി എൻ്റെ പൈസ S23 ഇട്ട് വാങ്ങിക്കാനേ നോക്കത്തുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഈ ഇച്ചിരി കൂടെ സെൻസിബിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാൻ ഹോപ്പ്ഫുള്ളി ഇച്ചിരി സെൻസിബിളായിട്ട് പറഞ്ഞു തന്നെന്ന് തോന്നുന്നു. സോ താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ്. ലവ് യു. അത്രയേ ഉള്ളൂ. അപ്പുറത്ത് വീട് പണിയുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. സോ ലവ് യു ഗൈസ്. സബ്സ്ക്രൈബ്.